ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ രാവിലത്തെ കുറേ കാര്യങ്ങൾ തൊട്ട് വൈകുന്നേരത്തെ ചായ കുടി വരെ ഞാനിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എപ്പോഴും ഞാൻ ലാസ്റ്റല്ലേ പറയുന്നത്, ഇന്ന് ഞാനൊന്ന് ആദ്യം പറയുവാണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ അപ്പത്തിനുള്ള കലക്കെല്ലാം സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഓൾറെഡി ഒത്തിരി താമസിച്ചാണ് ഞാൻ ആട്ടി വെച്ചിരുന്നത്. കാരണം ഒരു 4 മണിയല്ല 3-3:30 ഞാൻ പച്ചരി വെള്ളത്തിലിട്ടപ്പോഴത്തേക്ക്. അപ്പം അത് കാരണം എവിടെയായിരുന്നു ഞാൻ ഇന്നലെ വണ്ടാനം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഒരുപാട് താമസിച്ച്. എനിക്ക് അറിയാം ഇന്ന് അരി വെള്ളത്തിലിടേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ താമസിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഉമ്മടുത്ത് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യ്, നീ ചെല്ലുമ്പോൾ ഇട്ടാലും മതി, ഒരു 10 മണിക്ക് ശേഷം ആട്ടി വെച്ചാൽ മതി, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് അരിയൊക്കെ വെള്ളത്തിലിട്ടു. അത് കഴിഞ്ഞ് 10 മണിക്ക് ഞാൻ ആട്ടിയെല്ലാം വെച്ചപ്പോൾ ഇച്ചിരി മറ്റേ എപ്പോഴും ദോശ ഇഡ്ഡലി ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഞാൻ വെച്ച അപ്പത്തിന് തന്നെ ആട്ടി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം ആട്ടി സെറ്റാക്കി വെച്ചു. രാവിലെ എണീച്ച് ഞാൻ അതിനൊരിച്ച് സോഡാപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കലക്കി സെറ്റാക്കി വെച്ചേക്കും. ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ ഇരിക്കണം, എന്നാലും നമുക്ക് നല്ല രീതിയിലുള്ള അപ്പം ചുട്ടെടുക്കാനൊക്കെ ഒത്തുള്ളൂ. അപ്പോൾ ആദ്യം എണീച്ച് വന്ന ഉടനെ തന്നെ ഞാൻ സോഡാപ്പൊടി ഉപ്പും മാവിനകത്ത് കലക്കി അവിടെ സെറ്റാക്കി മൂടി വെക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചതച്ചിടുന്നു, പച്ചമുളക് അരിഞ്ഞിടുന്നു, തക്കാളി അരിഞ്ഞിടുന്നു. എന്തിനാണെന്നല്ലേ പറയാം. അതായത് ഇന്നലെ ഞാൻ ഇച്ചിരി കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ കുക്കറിൽ കയറ്റി വിസിലടിക്കുന്നുണ്ട്, കുക്കർ വേകുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ സവാളയും തക്കാളിയും ഞാൻ അരിഞ്ഞെല്ലാം എടുത്തത്. ഇച്ചിരി ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി അതൊന്ന് സവാളയുടെ കൂടെ തന്നെ ഒന്ന് ചതച്ചെന്നിട്ടിട്ടുണ്ട്. കാരണം എല്ലാം കൂടെ കുറേശ്ശെ ആദ്യം ഇഞ്ചി വഴറ്റി പിന്നെ വെളുത്തുള്ളി വഴറ്റി അങ്ങനെയല്ല, എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഇട്ട് എല്ലാം കൂടെ കുഴച്ച് വാരി ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ആക്കി അവിടെ മൂടി വെച്ച് കുഴച്ച് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി അവിടെ വെച്ച് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതങ്ങ് വഴഞ്ഞിട്ട് വന്നോളും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തീ കുറച്ച് വെക്കണം. അത്രയും കാര്യങ്ങളേ ഉള്ളൂ, മൂടി വെച്ചാൽ മതി. ഈ കടല ഞാൻ വേവിക്കാൻ വേണ്ടി മിക്കപ്പോഴും ഞാൻ ചെയ്യുന്നത് കടല വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുക്കുമായിരുന്നു ചെയ്യുന്നത്. 2-3 വിസിലടിച്ചെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഈ കടല വേവിക്കുന്നതിനകത്തോട്ട് തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് ഉപ്പും എല്ലാം കൂടി ഇട്ട് വിസിലടിക്കാൻ വെച്ചു. അപ്പോൾ എല്ലാം അതിൻ്റെ പാകത്തിന്. മുളക് പൊടിയാണെങ്കിൽ ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടുള്ളൂ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, അങ്ങനെ പെരുംജീരകപ്പൊടിയൊക്കെ 1/4 ടീസ്പൂൺ അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ മൂപ്പിക്കുമ്പോൾ സവാള വഴറ്റുമ്പോഴും ഇതൊക്കെ ഇടുമല്ലോ. എന്നിട്ട് കടല വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കടല ഞാനിഞ്ഞ് മാറ്റിയിട്ട് അതൊന്ന് ആറ്റിയിട്ട് അതിനകത്തോട്ട് അത് മിക്സിയിലിട്ടിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് ഒന്നല്ല നല്ലവണ്ണം അരച്ചെടുത്തു കേട്ടോ. അരച്ചെടുത്ത് അവിടെ മാറ്റി വെച്ച് ഇച്ചിരി കടലേ എടുത്തുള്ളൂ അത് അരയ്ക്കാൻ വേണ്ടി. ബാക്കി കടല കുക്കറിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ തക്കാളി, സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ വീണ്ടും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല ഇച്ചിരി ഇടുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ, ആ ഒരു കളർ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ കുക്കറിൽ കടല വേവിച്ച വെള്ളവും കടലയും എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുക്കറിലോട്ട് നമുക്ക് തിരിച്ചൊഴിച്ച് വേണമെങ്കിലും കടലക്കറി ആക്കാം, ഒരൊറ്റ വിസിലടുപ്പിച്ചാൽ മതി. പക്ഷേ എനിക്ക് കുക്കറിനൊരു ആവശ്യം ഉണ്ടെന്നുള്ള ചിന്തയിലാണ് ഞാൻ തിരിച്ച് ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചത്. കാരണം ഇനി അപ്പം നിരമ്പിയില്ല എങ്കിൽ അപ്പം നിരമ്പും, പക്ഷേ സോഡാപ്പൊടിയൊക്കെ ഇട്ട് കലക്കി സെറ്റാക്കി അരമണിക്കൂർ വെക്കണമല്ലോ. അത് നിരമ്പിയില്ല എങ്കിൽ അപ്പത്തിൻ്റെ മാവ് നിരമ്പിയില്ല എങ്കിൽ പുട്ടിൻ്റെ പൊടി ഇച്ചിരി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, തേങ്ങാപ്പീരയുണ്ട്, പെട്ടെന്ന് പുട്ട് പുഴുങ്ങി എടുക്കുക. അപ്പം നമ്മുടെ ചിരട്ടപ്പുട്ട് പോലെ ചെറിയ സ്റ്റീലിൻ്റെ ഇതുണ്ടല്ലോ, അതിനകത്താണ് നമ്മൾ പുട്ടിപ്പോൾ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുക്കർ വെച്ചാണ് പുഴുങ്ങുന്നത്. അപ്പോൾ അതിന് കുക്കർ വേണം. അതുകൊണ്ടാണ് ഞാൻ കുക്കർ അങ്ങ് മാറ്റിയിട്ട് ചീനച്ചട്ടിയിലോട്ട് കടലയെല്ലാം
ഒഴിച്ച് പിന്നെ പാകത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ട് എന്നാലും ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ചാറ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, എന്തുവാണ് കടലയും തേങ്ങാപ്പീരയൊക്കെ, ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഓരോന്നും എന്താണ് ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ കടലയും തേങ്ങാപ്പീരയും കൂടെ അരച്ചാണ്. നേരത്തെയൊക്കെ ഞാൻ കടല മാത്രമേ അരയ്ക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ഇച്ചിരി തേങ്ങാപ്പീര ഇരുന്നപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ കൂടെ ഈ കടലയുടെ കൂടെ തേങ്ങാപ്പീരയും കൂടെ ഒന്ന് അരച്ചെടുക്കാമെന്ന്. അരച്ച് അങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് കഴുകി ഒഴിക്കുമല്ലോ, ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് റെഡിയാക്കി പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ചിലപ്പം പിള്ളേർക്ക് മല്ലിയില ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ കയ്യിലില്ല താനും. ഓക്കെ, അപ്പം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു, ഗരം മസാല ലാസ്റ്റ് ഒന്നും കൂടി ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അടിപൊളി. ഒന്ന് തിളച്ചാൽ മതി, ഇനി വറ്റണ്ട. വറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കുറുകി പോവും, ഈ കടല അരച്ച് ഒഴിച്ചതല്ലേ. അപ്പം അതുപോലെ കറിവേപ്പിലാണെങ്കിലും ഇച്ചിരിയേ ഞാൻ ഇട്ടുള്ളൂ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ആയിട്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ കടലക്കറിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം, ഇനി ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറിയായിരുന്നു. ഓക്കെ, അപ്പോൾ അത് അടുപ്പേ ദേണ്ടേ നല്ല സൂപ്പറായിട്ട് തിളച്ച് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ടുണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വന്നു വെച്ചാൽ നമ്മൾ ഇപ്പം ഫ്രൈ പാൻ വെച്ച് ചൂടായി എണ്ണയെല്ലാം തൂകിയിട്ട് നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഇച്ചിരി ഒഴിച്ചപ്പോഴത്തേക്കിന് ഇച്ചിരി കട്ടി, അതായത് ഇപ്പം ഓൾറെഡി ഇതിപ്പം താമസിച്ച് നമ്മൾ അരി ആട്ടിയതല്ലേ, അപ്പം കുറച്ചും കൂടെ ഒന്ന് സെറ്റാകാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിപ്പോൾ ഞാൻ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരി ഇച്ചിരി ഹാർഡായിപ്പോയി, ഇച്ചിരി കൂടെ സോഫ്റ്റ്നെസ് വരണമെന്ന് തോന്നി. പിന്നെ ഞാൻ ആ അപ്പം ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ രണ്ടാമത് വേറെ അപ്പം ചുട്ടതാണ് കാണിച്ചത്. കുറച്ചും കൂടെ ഡൈല്യൂട്ട് ആക്കി, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ തിക്നെസ് കുറച്ചിട്ട് ലൂസാക്കി ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ഫ്രൈ പാനിൽ തന്നെ ഒന്ന് പരത്തി എടുത്ത് മൂടി വെച്ച് വേവിച്ചപ്പോൾ നല്ല അടിപൊളി അപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല നൈസായിട്ട് പഞ്ഞു പുറത്ത് കടലക്കറിക്ക് നല്ല കോമ്പിനേഷനുള്ള ഒരു അപ്പമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതൊന്നും കാണിച്ചില്ല, കാരണം പെട്ടെന്ന് ഇരിപ്പിലാണ് ഫോണും എടുത്തുകൊണ്ട് പിള്ളേർ പോകുന്നത്. പിന്നെ ചില സമയത്ത് അത് കാരണം പല വീഡിയോസും, അതായത് കുക്കിംഗ് വീഡിയോസൊന്നും എനിക്ക് കാണിക്കാൻ പറ്റാതാകുന്നുണ്ട് ഫോൺ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക്. പിന്നെ എന്താണ്, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലത്തെ ഫുഡാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ, അത് എനിക്ക് ഒത്തിരി ടൈമായിപ്പോയിട്ടാ, 1 മണി കഴിഞ്ഞ് ഞാൻ അടുക്കള കയറിയപ്പോഴത്തേക്കിന്. അപ്പം ചോറ് ഓൾറെഡി എനിക്ക് ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് എനിക്ക് ആവി കയറ്റിയാൽ മതി. പിന്നെ കൊഞ്ച് ഞാൻ ഉരിച്ചതെല്ലാം റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചത് കൊണ്ട് എനിക്ക് കൊഞ്ച് വൃത്തിയാക്കേണ്ട പണിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒന്ന് തേങ്ങ അരച്ച് എല്ലാം സെറ്റാക്കി എടുക്കണം. പിന്നെ ക്യാബേജ് എടുത്ത് ഞാൻ വെളിയിൽ വെച്ചായിരുന്നു, അതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ടൈം ഒരുപാടായതുകൊണ്ട് എനിക്ക് കൊത്തിപ്പൊടിച്ചിരുന്ന് അരിയാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ചോപ്പർ എടുത്ത്, കുറേ നാളായി, ഏതാണ്ട് 1 വർഷത്തോളമായി ഞാൻ ചോപ്പർ എടുത്ത് ഉപയോഗിച്ചിട്ട്. അപ്പം ഇന്നെന്തായാലും ക്യാബേജിനകത്ത് തന്നെ ഉദ്ഘാടനം നടത്തിയേക്കാവുന്ന വിചാരിച്ചു. അങ്ങനെ താണ്ടെ ഞാൻ ക്യാബേജ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് നമ്മൾ ഇച്ചിരി വലിയ പീസാക്കി അരിഞ്ഞിട്ട് അത് ഇതിനകത്തോട്ട് ചോപ്പറിലോട്ടിട്ട് നല്ലവണ്ണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പാടുപെട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ സ്റ്റക്കായി പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തെടുത്തു. പിന്നെ 2 പച്ചമുളകും കൊത്തിപ്പൊടിച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സവാളയൊന്നും ഇടേണ്ട ആവശ്യമില്ല, ടൈമും ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതാണ്ട് കൊഞ്ച് കഴുകി വെച്ചെന്നല്ല, കൊഞ്ച് കറിയാക്കി വെച്ചിരുന്നത്, അത് ഞാൻ മറന്നുപോയി. അതാണ്ട് നമ്മുടെ തടിയങ്ക ആണ്, വെള്ളരിക്കല്ല തടിയങ്ക, അത് പിന്നെ കുറച്ചുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കഷ്ണിച്ചിട്ട് നമ്മുടെ കൊഞ്ചും എല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് ഈ അരപ്പും കൂടെ ചേർത്ത് ഒഴിച്ച് നമ്മുടെ കൊഞ്ച് കറി ആക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ കൊഞ്ചിനെ എത്ര നോക്കിയാലും നമുക്ക് തപ്പിപ്പറക്കി കിട്ടത്തില്ല, അതുപോലെ ഏറ്റവും അടിയിൽ പോയി കിടപ്പുണ്ട് കൊഞ്ച്, കുറേ തപ്പി നോക്കി കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാബേജ് ഞാനെല്ലാം സെറ്റാക്കി അത് അടുപ്പത്തിട്ട് വെക്കുകയാണ്. അതിനകത്ത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഉപ്പിടുക, വെളിച്ചെണ്ണ ഒഴിക്കുക, വെള്ളമൊന്നും ഒഴിക്കരുത്, ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കുക. അത് വേകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം കരുതി ഒരു കൊച്ചുള്ളിയും കൂടി ഇട്ട് തേങ്ങ അരയ്ക്കാമെന്ന്. തേങ്ങ അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കൊച്ചുള്ളി ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഞാൻ എന്തെടുത്ത് പിന്നെ അരയ്ക്കാൻ പോയില്ല, കൊച്ചുള്ളി അരിഞ്ഞ് അതിനകത്ത് ഇട്ടിട്ട്, ഒരു കൊച്ചുള്ളി ഉള്ളായിരുന്നു, അത് അതിനകത്ത്
വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അതിനകത്ത് അരിഞ്ഞിട്ടു. പിന്നെ ഈ ലോ ഫ്ലെയിമിൽ കിടന്നങ്ങോട്ട് അടി പിടിക്കാതെ കരിയാതെ വെന്ത് കിട്ടിയാൽ മതി ക്യാബേജ്. പിന്നെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാകും. പിന്നെ ഓൾറെഡി ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ടാണ് അരയ്ക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കൊഞ്ച് ഇച്ചിരി എടുത്ത് ഞാൻ മാറ്റി വെച്ചിരുന്നു, കറി വെച്ചത് കൂടാതെ അതിനകത്ത് കുറച്ച് പകുതി കൊഞ്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിരുന്നു. അത് ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും ചേർത്ത് പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്താണ്, നമ്മളെപ്പോഴും ഈ പൊരിക്കുന്ന ഐറ്റംസ് എല്ലാം എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുകയല്ലേ പരിപാടി. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഇതാകുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. കാരണം നമ്മളിപ്പം പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ കൊഞ്ചങ്ങ് ഇട്ട് കൊടുക്കുക, ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അരപ്പ് പുരട്ടിയ പാത്രം കഴുകി ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഉപ്പൊക്കെ ഓൾറെഡി ഇട്ടതാണല്ലോ, നമ്മളൊന്നും ചെയ്യണ്ട. വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം, അതൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല, ഞാൻ മറന്നുപോയി. പിന്നെ അപ്പോൾ നമ്മൾ ചട്ടിക്കകത്ത് വെച്ച് അങ്ങോട്ട് മൂടി വെച്ച് വേവിക്കുക. കുറേ വെന്ത് കഴിയുമ്പോൾ പിന്നെ വെള്ളം വറ്റാൻ വേണ്ടി തുറന്ന് വെച്ച് വേവിക്കുക. അപ്പം വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു അല്പം എണ്ണ ഒന്ന് തൂവി കൊടുത്താൽ മതി, അത്രയും മതി. അപ്പോൾ അത്രയും നമ്മൾ എണ്ണ ഉപയോഗിക്കാതിരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാബേജുമായി കൊഞ്ച് വറുത്തതുമായി എന്തായാലും ഉച്ചയൂണെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പം നമ്മൾ വൈകുന്നേരത്തെ ചായ കൂടിയാണ്, ഏത്തയ്ക്കയൊക്കെ വരട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.